അസ്സിഫത്തുൽ മുശബ്ബഹ. നജീബ് മഹ്ഫൂദ് കാത്തിബൻ മഷ്ഹൂറുൻ ഫിൽ അദബിൽ അറബി. നജീബ് മഹ്ഫൂദ് അറബി സാഹിത്യത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അൽ മുഅ്മിനു സാദിഖുൻ ഫി കലാമിഹി. യഥാർത്ഥ സത്യവിശ്വാസി അവൻ്റെ സംസാരത്തിൽ സത്യം പറയുന്നവനാണ്. അലിംതു അന്നഹു മുഹ്സിനുൻ. ഞാൻ അറിഞ്ഞു തീർച്ചയായും അവൻ നല്ലവനാണ്. താറഖ ഇബ്നു സിയാദ് ബത്ലുൻ ഫി താരീഖിൽ ഇസ്ലാം. താരിഖ് ഇബ്നു സിയാദ് ഇസ്ലാം ചരിത്രത്തിലെ നായകനാണ്. സാഹിബ് ഷഖ്സൻ കരീമൻ. ഉദാരനായ വ്യക്തിയോട് നീ സഹവസിക്കുക. ഖാലിദ് താലിബുൻ ഫത്തിനുൻ. ഖാലിദ് ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ്. ഹീനമാ നതഅമ്മലു ഫിൽ കലിമാത്തി അല്ലത്തി തഹ്തഹ ഖത്തുൻ. അടിയിൽ വരെയുള്ള കലിമത്തുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നജദു അന്ന കുല്ല മിൻഹാ സിഫാത്തുൻ മുസ്തഖത്തുൻ. അവയെല്ലാം മുസ്തഖത്തായ സിഫാത്തുകളാണ്, പിടിക്കപ്പെട്ടതായ സിഫത്തുകളാണ്. തദല്ലു അലാ മൻ ഫഅലൽ ഫിഅല. പ്രവൃത്തി അറിയിച്ചവൻ്റെ മേൽ അത് അറിയിക്കും. ഔ ഇത്തസഫ ബിഹി, അല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് വിശേഷം സ്ഥിതിച്ചതിൻ്റെ മേൽ അറിയിക്കും. ഹൽ തറ അയ്യു ഫർഖിൻ ബൈനൽ കലിമാത്തിൽ വാരിദത്തി ഫിൽ അമൂദിൽ അവൽ വൽ കലിമാത്തിൽ വാരിദത്തി ഫിൽ അമൂദി സാനി. നീ കാണുന്നില്ല എന്ത് വ്യത്യാസമാണുള്ളത് ആദ്യത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിലുമുള്ള പദങ്ങളിലുള്ള വ്യത്യാസം? എന്തൊക്കെ വ്യത്യാസമാണ് നീ കാണുന്നത്? നഅം, അതെ. അന്നൽ കലിമാത്തുൽ വാരിദത്ത ഫിൽ അമൂദിൽ അവൽ, ഒന്നാമത്തെ കോളത്തിലുള്ള കലിമത്തുകൾ കാത്തിബൻ സാദിഖുൻ മുഹ്സിനുൻ കുല്ലഹ ഇസ്മു ഫാഇൽ, അതെല്ലാം ഇസ്മു ഫായിലാണ്, ഇസ്മു ഫായിലാണ്, കർത്താവാണ്. കമാ ദറസ്തും സിയാഗത്തഹു ആനിഫൻ. അതിൻ്റെ ഫോർമുലേഷൻ തൊട്ട് മുമ്പേ നിങ്ങൾ പഠിച്ചു. വൽ കലിമാത്തുൽ വാരിദത്തു ഫിൽ അമൂദി സാനി, രണ്ടാമത്തെ കോളത്തിലുള്ള കലിമത്തുകൾ കരീം ബത്ലുൻ ഫത്തിനുൻ കുല്ലഹ സിഫാത്തുൻ ഖദ് വറദത് ഫീ സിയഗിൻ മുഖ്തലിഫത്തിൻ. ആ വിശേഷണങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് വിഭിന്നമായ ഫോർമുലയിലാണ്. മസല ഹാദിഹി സിഫാത്തി തുസമ്മ സിഫത്തുൻ മുശബ്ബഹ. ഈ സിഫത്തുകളെ, ഈ വിശേഷണങ്ങളെ പേര് പറയപ്പെടും സിഫത്ത് മുശബ്ബഹ എന്ന് പേര് വെക്കപ്പെടും. വിശേഷണങ്ങളോട് സാദൃശ്യമുള്ള എന്നർത്ഥം. അസിഫത്തുൽ മുശബ്ബഹത്തു, സിഫത്തുൽ മുശബ്ബഹ സിഫത്തുൻ ബിമഅന ഇസ്മുൽ ഫാഇലി, ഇസ്മു ഫായിലിൻ്റെ അർത്ഥം കൊണ്ടിട്ടുള്ള സിഫത്താണ്, വിശേഷണമാണ്. മുസ്തഖത്തുൻ മിൻ മസ്ദരിൽ ഫഇലിൽ ലാസിമി, അകർമ്മക്രിയയിൽ നിന്ന് അകർമ്മക്രിയയിലെ ക്രിയാധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ലിതദുല്ല അലാ സിഫത്തിൻ സാബിതത്തിൻ ഫിൽ മൗസൂഫിൽ വിശേഷണം പറയപ്പെട്ടതിൽ സ്ഥിരമായ വിശേഷണത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയാണ്. തഅതി സിഫത്തുൽ മുശബ്ബഹ കസീറത്തൻ, സിഫത്തുൽ മുശബ്ബഹ അധികവും വരുന്നത് വതരിദു ഫി തർക്കീബിൽ കലാമി ഫി മവാദിൽ മുബ്തദഇ വൽ ഖബരി, അത് കലാമിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നതിൽ അത് വരും. എവിടെ? മുബ്തദിൻ്റെയും ഖബറിൻ്റെയും സ്ഥാനത്ത്. വൽ ഫാഇലി വൽ മഫ്ഊലി, ഫാഇലിൻ്റെയും മഫ്ഊലിൻ്റെയും സ്ഥാനത്ത്. വൽ മുളാഫി ഇലൈഹി, മുളാഫി ഇലൈഹിൻ്റെ സ്ഥാനത്ത് വരും. മസലൻ ഫിൽ ജുംലത്തിൽ ഊല, ഒന്നാമത്തെ സെൻറ്റൻസിലെ ഉദാഹരണത്തിൽ. അല്ലത്തി വറദത് ഫിൽ അമൂദി സാനി, രണ്ടാമത്തെ കോളത്തിൽ വന്നതിൻ്റെ ഉദാഹരണം. താറഖ് ഇബ്നു സിയാദ് ബത്ലുൻ ഫി താരീഖിൽ ഇസ്ലാം. താറഖ് ഇബ്നു സിയാദ് ഇസ്ലാം ചരിത്രത്തിലെ നായകനാണ്. കലിമത്തുൻ ബത്ലുൻ എന്ന കലിമത്ത് സിഫത്തുൻ മുശബ്ബഹ, മുശബ്ബഹയായ സിഫത്താണ്. വറദത് ഫി മവാദിൽ ഖബരി, ഖബറിൻ്റെ സ്ഥാനത്താണ് അത് വന്നിരിക്കുന്നത്. ഫി തർക്കീബിൽ കലാമി, കലാം കൂട്ടിച്ചേർത്തതിൽ. ഔസാൻ സിഫത്തുൽ മുശബ്ബഹത്തി മഅൽ അംസലത്തി, ഉദാഹരണ സഹിതം സിഫത്തുൽ മുശബ്ബഹയുടെ വസനുകൾ. ഒന്നാമത്തെ വസിന് ഫഅലുൻ, ഫഅല് വസിൻ. ഹദിറുൻ,
ഹദിറുൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നവൻ, ജാഗ്രതയുള്ളവൻ അർത്ഥം. ഫരിഹുൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ. ഫത്തിനുൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. ഇനി അഫ്അല വസിൽ വരും. അഅ്വർ കോങ്കണ്ണൻ, അഷ്ഹബ് ചാരനിറമുള്ളവൻ, അഹദബ് കൂനൻ. ഇനി ഫഅലാൻ വസിലിന് വരും. മൽആൻ നിറഞ്ഞവൻ, ആതിഷാൻ ദാഹിക്കുന്നവൻ, സക്റാൻ ലഹരി ബാധിച്ചവൻ. ഇനി ഫഈൽ വസിന് വരും. കരീം എന്ന് പറഞ്ഞാൽ യോഗ്യൻ, മാന്യൻ, ഉദാഹരണം എന്നൊക്കെ അർത്ഥം. അലീം എന്ന് പറഞ്ഞാൽ മികച്ചവൻ. ഖസീർ എന്ന് പറഞ്ഞാൽ ചെറിയവൻ. ഇനി ഫഅൽ വസിൻ്റെ മേൽ വരും. ഷഹ്മ് എന്ന് പറഞ്ഞാൽ ധീരൻ. ലഹ്മ് എന്ന് പറഞ്ഞാൽ തടിച്ചവൻ. ഖസ്മ് എന്ന് പറഞ്ഞാൽ എതിരാളി. അടുത്ത ഫുആൽ വസിന് വരും. ആറാമത്തത് ഫുആൽ വസിന്. ജുബാൻ ഭീരു. അടുത്ത ഹുമാം എന്ന് പറഞ്ഞാൽ ധീരൻ, അത്യുദാരൻ, സിംഹം, മഹാനായ രാജാവ്, മഹാനായ പണ്ഡിതൻ എന്നൊക്കെയാണ് അർത്ഥം. ഉളാൽ എന്ന് പറഞ്ഞാൽ ഭേദിക്കാനാവാത്തവൻ. അടുത്ത ഏഴാമത്തത് ഫഅലു വസിൻ. ബത്തല് ധീരൻ. ഷറഫ് എന്ന് പറഞ്ഞാൽ മാന്യത, ഔന്നത്യം, ഉത്കൃഷ്ടത, കുലമഹാത്മ്യം, മാന്യൻ, ഉത്കൃഷ്ടൻ എന്നൊക്കെ അർത്ഥമുണ്ട്. യസർ എന്ന് പറഞ്ഞാൽ വഴങ്ങുന്നവൻ, എളുപ്പമുള്ള എന്നൊക്കെ അർത്ഥം. ഇനി എട്ടാമത്തെ വസിന് ഫുഇൽ എന്ന് പറഞ്ഞാൽ ഹുൽവ് മധുരമുള്ളവകൾ. സുൽബ് എന്ന് പറഞ്ഞാൽ ഉറച്ച, കടുപ്പമുള്ള അർത്ഥം. ഹുർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം. സിഫത്തുൽ മുശബ്ബഹത്തു സിഫത്തുൻ ബിമഅന ഇസ്മുൽ ഫാഇലി. സിഫത്തുൽ മുശബ്ബഹ അതൊരു വിശേഷണമാണ്. ഇസ്മു ഫാഇലിന്റെ അർത്ഥം കൊണ്ടിട്ടുള്ള വിശേഷണമാണ്. മുസ്തഖത്തുൻ ബി മസ്ദരിൽ ഫിഅലിൽ ലാസിമി അകർമ്മ ക്രിയയിൽ നിന്ന് മൂലധാതുവിൽ നിന്ന് ക്രിയാധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ടത്. തദുല്ല അലാ സിഫത്തിൻ സാബിതത്തിൻ ഫിൽ മൗസൂഫി. വസ്ഫ് പറയപ്പെട്ട, വിശേഷണം പറയപ്പെട്ട ആളിൽ സ്ഥിരമായ വിശേഷണത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സിഫത്തുൽ മുശബ്ബഹ വരുന്നത്. തംരീൻ അക്മലിൽ ജുമൽ ആത്തിയത്ത് ബി സിഫത്തിൽ മുശബ്ബഹത്തിൽ മുനാസബത്തി ബിമ്മാ ബൈനൽ ഖൗസൈൻ. ബ്രാക്കറ്റിൻ്റെ ഉള്ളവയിൽ നിന്ന് യോജിച്ചതായ സിഫത്ത് മുശബ്ബഹ കൊണ്ടിട്ട് സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് അൽ ഫല്ലാഹു കർഷകൻ. നമുക്ക് അവിടെ പറയാം തഅബുൻ അവനെന്താണ്, ക്ഷീണിതനാണ്. രണ്ടാമത്തത് റഅയ്തുൽ മക്കാന ഡാഷ് അൽ മല്ലർ. റഅയ്തുൽ മക്കാനൽ ഖബീഹൽ മല്ലർ. ഞാൻ മോശമായ റഅയ്തുൽ മക്കാനൽ ഖബീഹൽ മല്ലർ കാഴ്ച കൊള്ളാത്ത ഒരു സ്ഥലത്തെ ഞാൻ കണ്ടു. മൂന്നാമത്തെ വജത്തു സദീഖി ഖലഖൻ. എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഉത്കണ്ഠാകുലനായി ഞാൻ എത്തിച്ചു. നാലാമത്തെ അൽ മുസ്ലിമു ഡാഷ് ഫി തആയുഷി. അൽ മുസ്ലിം ശുജാഉൻ ഫി തആയുഷി. അവൻ എന്താണ്, ധീരനാണ്. അവൻ്റെ ആയുസ്സിൽ അവൻ ധീരനാണ്. അടുത്തത് അഞ്ചാമത്തെ അൽ ബത്തലു ധീരൻ. എന്താണ് ആൻസർ അൽ ബത്തലു ജൗആൻ. ധീരൻ എന്താണ്, നായകൻ ജൗആനുൻ വിശന്നവനാണ്. അടുത്തത് ഇസ്മു തഫ്ലീൽ. തഅമ്മൽ ഫിൽ ജുമൽ ആത്തിയ. ശേഷമുള്ള ജുംലകളിൽ നീ ചിന്തിക്കുക. അൽ ബഹ്റു അവ്സഉ മിനൻ നഹരി. കടൽ പുഴയേക്കാൾ വിശാലതയുള്ളതാണ്. ഹു അക്ബർ മിന്നി സിന്നൻ. അവൻ എന്നേക്കാൾ വയസ്സാൽ വലിയവനാണ്. ഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. ഇലാഹിൽ കലിമാത്തില്ലത്തി തഹ്തഹ ഖത്തുൻ. അടിയിൽ വരയിട്ട കിലിമത്തുകളെ നീ ചിന്തിക്കുക. അൽ ജുംലത്തുൽ ഉല. ഒന്നാമത്തെ ജുംല അൽ ബഹ്റു ഔസഅ മിനൻ നഹരി. കടൽ പുഴയേക്കാൾ വിശാലതയുള്ളതാണ്. തഷീറു ഇല അന്നൽ ബഹ്റ വൻ നഹ്റ കിലാഹുമുഹ വാസിഉൻ. അത് സൂചന നൽകുന്നുണ്ട് കടലും പുഴയും അത് രണ്ടും എന്താണ്, വിശാലതയുള്ളതാണ്. ലാക്കിൽ ബഹ്റു യഫൂഖുൻ നഹ്റ ഫി സിഫത്തി സഅതി. പക്ഷേ കടല്
പുഴയേക്കാൾ എന്താണ് വിശാലതയുടെ വിശേഷണത്തിൽ ഉയരും. ഫഹാദിഹിൽ കെലിമാത്തു അപ്പോൾ ഈ കെലിമത്തുകൾ ഔസഉ അക്ബറു അംഫഉ എന്ന ഈ കെലിമത്തുകൾ അംസാലുഹ തുസമ്മ ഇസ്മു തഫ്ലീൽ, ആ ഉദാഹരണങ്ങൾക്കൊക്കെ എന്ത് ഇസ്മു തഫ്ലീൽ എന്ന് പേര് പറയപ്പെടും. യകൂനു അലാ വസ്നി അഫ്അല വസ്നിന്റെ മേലാണ് അത് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഏറ്റവും കൂടുതലെന്ന് അറിയിക്കാൻ, അതാണ് ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത് ഇസ്മു തഫ്ലീൽ ഇസ്മുൻ യദുല്ലു അലാ അന്ന ഷൈഅൈനി ഇസ്തറക ഫി സിഫത്തിൻ. ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്. യദുല്ലു, ആ നാമം അറിയിക്കും, അലാ അന്ന ഷൈഅൈനി, തീർച്ചയായും രണ്ട് വസ്തുക്കൾ അവർ എന്താണ് വിശേഷണത്തിൽ കൂടായിരിക്കുന്നു. വസാദ അഹദുഹുമ അലൽ ആഖിരി ഫി തിൽക സിഫത്തി, ആ രണ്ടെണ്ണത്തിൽ ഒന്ന് മറ്റേതിനേക്കാൾ വിശേഷണത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. യുസാഉ ഇസ്മു തഫ്ലീലി, ഇസ്മു തഫ്ലീലിനെ ഉണ്ടാക്കപ്പെടും മിനൽ ഫിഅലിൽ മുതവഫിരി ഫീഹി ശുറൂത്തുൽ ആതിയത്തി, ശേഷം വന്ന് ഷർത്തുകൾ സിദ്ധിച്ചതായ ഫിഅലുകളിൽ നിന്ന്. ഒന്നാമത്തത് അയ്യക്കൂനൽ ഫിഅലു സുലാസിയൻ, ഫിഅൽ എന്താകുക, വെർബ് ആകുക സുലാസിയൻ, 3 അക്ഷരം ഉള്ളതാകുക. വലാ ഇസാബ് ഇസ്മു തഫ്ലീൽ, ഇസ്മു തഫ്ലീലിനെ പിടിക്കപ്പെടുകയില്ല, അതിനെ എടുക്കപ്പെടുകയില്ല. മിന റുബായി 4 അക്ഷരത്തിൽ നിന്നും, വൽ ഖുമാസി 5 അക്ഷരത്തിൽ ഉള്ളതിൽ നിന്നും, വസുദാസി 6 അക്ഷരത്തിൽ നിന്നുള്ളത്. 2 യകൂനൽ ഫിഅലു മഅറൂഫൻ, ഫിഅല് മഅറൂഫ് ആകുക. ഫിഅൽ എന്താണ്, ഫിഅല് മഅറൂഫ് ആകുക, മഅരിഫയായ ഫിഅലാകുക. വലാ യുസാവി ഇസ്മു തഫ്ലീൽ മിനൽ ഫിഅലിൽ മജ്ഹൂലി, അപ്പോൾ മജ്ഹൂലായ ഫിഅലുകളിൽ നിന്ന് ഇസ്മു തഫ്ലീലിനെ എടുക്കപ്പെടുകയില്ല. മൂന്നാമത്തത് അയ്യക്കൂനൽ ഫിഅലു താമൻ, ഫിഅല് താമാകുക. വലാ യുസാവി മിനൽ അഫ്ആലി നാഖിസത്തി, നാഖിസായ ഫിഅലുകളിൽ നിന്ന് അതിനെ എടുക്കപ്പെടുകയില്ല. ഉദാഹരണം കാന അഖ്വാത്തുഹ, കാന അഖ്വാത്തുഹായ നാഖിസായ ഫിഅലുകളിൽ നിന്ന് അവകളെ എടുക്കപ്പെടുകയില്ല. നാലാമത്തെ അയ്യക്കുൽ ഫിഅലു മുതസരിഫൻ, സർഫാക്കപ്പെടുന്ന ഫിലുകൾക്ക് ചേഞ്ച് വരുന്ന ഫിലുകളാകുക. വലാ യുസാവു മിനൽ ഫിഅലിൽ ജാമിദി, അപ്പോൾ ജാമിദായ ഉറച്ചതായ ഫിലുകളിൽ നിന്ന്, വ്യത്യാസം വരാത്ത ഫിലുകളിൽ നിന്ന് അതിനെ എന്തെങ്കിലും എടുക്കപ്പെടുകയില്ല. ഉദാഹരണം ലൈസ, അസ, ബിഇസ, വനിഅമ എക്സെട്ര. അഞ്ചാമത്തത് അയ്യക്കൂനൽ ഫിഅലു മുസ്ബത്തൻ, ഫിഅല് മുസ്ബത്താവുക. വലാ യുസാവു മിനൽ ഫിഅലിൽ മൻഫി, മൻഫിയായ ഫിഅലിൽ നിന്ന് അവകളെ എടുക്കപ്പെടുകയില്ല. ആറാമത്തെ അന്തക്കുന സിഫത്തു മിനൽ ഫിഅലി അലാ വസ്നി അഫ്അല, അഫ്അല വസ്നിന്റെ മേൽ നിന്നുള്ള ഫിഅലിൽ നിന്നുള്ള സിഫത്താകുക. അഹ്മർ, അസ്റഖ്, അഖ്ളർ പോലെ. ഏഴാമത്തത് അയക്കുന ഫിഅലിൽ ഖാബിലൽ തഫാദീലി വത്തഫാവുത്തി, തഫാദുലിനെയും ശ്രേഷ്ഠതയും അതേപോലെ തഫാവുത്തി ഏറ്റവും വ്യത്യാസത്തിനെയും സ്വീകരിക്കുന്നതാവുക ഫിഅല്. വലാ ഇസാമു ഇസ്മു തഫ്ലീലി, അപ്പോൾ ഇസ്മു തഫ്ലീലിനെ പിടിക്കപ്പെടുകയില്ല. മിൻ ഫിഅൽ ഗൈറിൽ ഖാബിലിൽ തഫാദുലി വത്തഫാവുത്തി, തഫാദുലും തഫാവുത്തും ഇതിനെ സ്വീകരിക്കാത്ത ഫിഅലുകളിൽ നിന്ന്, ഏറ്റവും വ്യത്യാസവും ശ്രേഷ്ഠതയും അറിയിക്കാത്ത ഫിഅലുകളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഉദാഹരണം ഹലക്ക, ഫന, ഒറക്ക. ഹലക്ക നശിച്ചു, ഫന അതും ഫന നശിച്ചു, ഒറക്ക മുങ്ങി. അപ്പോൾ ഇതേപോലെ ഉള്ള മൻഫിയായ ഫിഅലുകളിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഇസ്മു തഫ്ലീലിനെ എടുക്കപ്പെടുകയില്ല. ദൂനക ഹാദിഹിൽ അംസല, ഈ ഉദാഹരണങ്ങളൊക്കെ നീ ശ്രദ്ധിക്കുക, പിടിക്കുക. ഹാദിഹിൽ മുഷ്കിലത്തു അസ്ഹലു മിൻ ഗൈരിഹ, ഈ പ്രശ്നം മറ്റുള്ളതിനേക്കാൾ എളുപ്പമുള്ളതാണ്. റാഷിദിൻ അത്വലു മിൻ ഖാലിദ്, റാഷിദ് ഖാലിദിനേക്കാൾ നീളമുള്ളവനാണ്. അൽ അസലു അഫ്ളലു മിനൽ അസീരി, തേൻ ജ്യൂസിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അമ്മ ഇതാ ഫുഖീദ വാഹിദു മിന ശുറൂത്തിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഫയതവസ്സലു ഇല തഫ്ളീലി ബിദിക്രി മസ്ദരിഹി മൻസൂബൻ അല തമീസി, അപ്പോൾ ഫയതവസ്സലു, അപ്പോൾ അതിനെ ചേർക്കപ്പെടും, ഇല തഫ്ളീലി, തഫ്ളീലിലേക്ക് ചേർക്കപ്പെടും, ബിദിക്രി മസ്ദരിഹി, അതിൻ്റെ മസ്ദറിനെ പറയൽ കൊണ്ട്, മൻസൂബൻ അല തമീസ്, തമീസിൻ്റെ മേൽ നിസ്ബാക്കപ്പെട്ടതായ നിലയിൽ എന്ത് ചെയ്യും, അതിനെ എന്ത് ചെയ്യും, ചേർക്കപ്പെടും.
ബഅദ അശദ്ദ, അശദ്ദയ്ക്ക് ശേഷം, ഔ മിസ്ലിഹ അല്ലെങ്കിൽ അതുപോലത്തത്, കമാഫിൽ അംസലത്തിൽ ആത്തിയത്തി ശേഷം വരുന്ന ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. മുസ്ലിമു മലൈബാർ അശദ്ദു മുഖാവമത്തൻ അലിൽ ഇൻജിലീസ്, മലബാറിലെ മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാരുടെ മേൽ കൂടുതൽ പ്രതിരോധം ഉള്ളവരാണ്. മദീനത്ത് മുംബൈ അക്സറു സർവത്ത് മിനൽ മുദനിൽ ഉഖ്റ ഫിൽ ഹിന്ദ്, മുംബൈ പട്ടണം അത് ഒരുപാട് സമ്പത്തുകൾ അധികരിച്ചതാണ്. മിനൽ മുദനിൽ ഉഖ്റ ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ മറ്റു പട്ടണങ്ങളെക്കാൾ. മൂന്നാമത്തത് അൽ ഗർബു അക്സറു തഖദ്ദുമ മിന ഷർഖ്, ഗർബ് അക്സറു തഖദ്ദുമ മിന ഷർഖി, ഷർഖിനേക്കാൾ പടിഞ്ഞാറുള്ള ആൾക്കാർ എന്താണ് അക്സറു തഖദ്ദുമൻ, അവർ മുന്തിയവരാണ്. മിന ഷർഖി, ഷർഖിനേക്കാൾ കിഴക്ക് പ്രദേശത്തേക്കാൾ. ഇസ്മു തഫ്ലീൽ ഇസ്മുൻ യദുല്ലു അല അന്ന ഷൈഅൈനി ഇശ്തറക ഫി സിഫത്തിൻ വസാദ അഹദുഹുമ അലൽ ആഖർ ഫി തിൽക സിഫത്തി. ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ ഇസ്മിനൊരു നാമമാണ്. യദുല്ലു അല അന്ന ഷൈഅൈനി ഇശ്തറക ഫി സിഫത്തിൻ, തീർച്ചയായും അത് രണ്ട് വസ്തുക്കളുടെ മേൽ കൂടായ വിശേഷണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. വസാദ അഹദുഹുമ അലൽ ആഖർ, അതിൽ നിന്ന് ഒന്ന് മറ്റതിനേക്കാൾ മികയ്ക്കും. ഫി തിൽക സിഫത്തി, ആ വിശേഷണത്തിൽ. തംരീൻ ഖത്തൻ തഹത്ത ഇസ്മു തഫ്ലീൽ മിനൽ ജുമൽ ആത്തിയത്തി, ശേഷം വരുന്ന ജുംലയിൽ നിന്ന് ഇസ്മു തഫ്ലീലിൻ്റെ അടിയിൽ വരിയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ളലുൽ ഖുതബാഇ അസ്ദഖുഹും, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ അഫ്ളലാണ്. ഇസ്മു തഫ്ലീൽ എന്താ, അഫ്ളലാണ് അസ്ദഖാണ്, അത് രണ്ടുമാണ്. ഹുവ അഹ്ദറു മിൻ ഖുറാബ്, ഇവിടെ എന്താണ് അഹ്ദറാണ്. മൂന്നാമത്തെ അൽ ഇസ്ലാമു അഅദലു ദീനിൻ, ഇവിടെ ഇസ്മു തഫ്ലീൽ അഅദലാണ്. അടുത്തത് നാലാമത്തത് ആയിഷത്തുൻ അഹ്സനു അഖ്വാത്തിഹ ഖുലുഖൻ, ഇവിടെ അഹ്സനു എന്നുള്ളതാണ്. അഞ്ചാമത്തത് അത്താജിറു അക്സറു റിബഹൻ മിന സ്വാനിഇ, അപ്പോൾ ഇവിടുത്തെ ഇസ്മു തഫ്ലീൽ അക്സർ എന്നുള്ളതാണ്. ആറാമത്തത് ഖാലിദ് അക്ബറു മിങ്ക സിന്നൻ, അപ്പോൾ ഇവിടുത്തെ ഇസ്മു തഫ്ലീൽ അക്ബർ എന്നുള്ളതാണ്. അടുത്ത ഏഴാമത്തെ നെഹ്റുൽ ലൈലി മിൻ അത്വലി അൻഹാരി, മിൻ അത്വലി അൻഹാർ, അപ്പോൾ ഇവിടെ അത്വൽ എന്നുള്ളതാണ് ഇസ്മു തഫ്ലീൽ. അടുത്തത് റവായിഹുൽ അസ്ഹാരി അത്യബ് മിൻ റവായിഹി സുനാഇയത്തി, അപ്പോൾ ഇവിടെ അത്യബ് എന്നുള്ളതാണ് എന്ത് ഇസ്മു തഫ്ലീൽ. ഒമ്പതാമത്തത് സദറുഹു ഔസഉ ലിഅൻ യഅഫുവ മാ ഇർതകബതുഹു മിനൽ ജരീമ, അപ്പോൾ ഔസഉ എന്നുള്ളതാണ് ഇവിടുത്തെ ഇസ്മു തഫ്ലീൽ. പത്താമത്തത് ഖൈറുൻ നാസി അൻഫഉഹും, അപ്പോൾ ഇവിടെ അൻഫഅ എന്നുള്ളതാണ് ഇസ്മു തഫ്ലീൽ.